നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നു. കണ്ടതും കേട്ടതും. സ്വാഭാവികമായിട്ടും ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അതിലെ ഒരു കീ ഫാക്ടറാണ് പുതിയ വോട്ടേഴ്സിന്റെ എണ്ണം. എത്ര പേർ പുതുതായി വരുന്നു പട്ടികയിലേക്ക് എന്നുള്ളത് നിർണായകമാണ്. കേരളത്തിൽ നിന്ന് പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട യുവാക്കളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട് എന്നാണ് പുതിയ പഠനം. 2019 അപേക്ഷിച്ച് 18-നും 39-നും ഇടയിലുള്ള 6 ലക്ഷം വോട്ടർമാരുടെ കുറവാണ് ഇത്തവണയുള്ളത്. 2024 പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 5.3 ലക്ഷം വോട്ടർമാരാണ് പുതുതായി കേരളത്തിൽ നിന്ന് പട്ടികയിൽ ഇടം പിടിച്ചത്. എല്ലാം 18-19 വയസ്സ് പ്രായമുള്ളവർ. പുതുതായി ചേർന്നവരുടെ എണ്ണം കൂടുന്നുവെന്ന ആശ്വാസത്തിലിരിക്കുമ്പോഴാണ് പഴയ കണക്ക് കൂടി തുറന്നു വായിക്കേണ്ടത്. 2019 ഇത് 5.49 ലക്ഷമായിരുന്നു. 20-നും 29-നും ഇടയിൽ 2019 47 ലക്ഷം ഉണ്ടായിരുന്നപ്പോൾ 2024 ആകുമ്പോൾ 44 ലക്ഷമായി കുറഞ്ഞു. 30-നും 39-നും ഇടയിൽ 3 ലക്ഷം വോട്ടർമാരുടെ കുറവാണ് 5 വർഷ കാലയളവിൽ ഉണ്ടായത്. കേരളത്തിൽ യുവ വോട്ടർമാരുടെ എണ്ണം കുറയാൻ പല കാരണങ്ങളാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ജനസംഖ്യ ആനുപാതികമായി കുറയുന്നു. ഒപ്പം യുവാക്കൾ തൊഴിൽ തേടിയും പഠനത്തിനുമായും പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് വൻതോതിൽ കുടിയേറുന്നു. ഇപ്പം കൂടുതലും ഇവിടെ അല്ലല്ലോ പഠിക്കുന്നത്, അവർ പുറത്ത് അങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്, അപ്പം അളവ് കുറയുന്നതായിരിക്കും. ബേസിക്കലി ഇവിടുത്തെ പൊളിറ്റിക്സ് തന്നെ ആയിരിക്കും അതിന് കാരണമെന്ന് പറയുന്നത്. കുറേ പേർക്ക് ഇപ്പം PSC പ്രൊവൈഡ് ചെയ്തിട്ട് ജോലി കിട്ടുന്നില്ല. അപ്പം ജോലി കിട്ടാത്ത സമയത്ത് അവർക്ക് തന്നെ ഒരു ചിന്ത വരും, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ലീഡേഴ്സ് കുറച്ചുകൂടെ ഒരു ന്യൂ ജനറേഷനായിട്ട് ചിന്തിച്ച് തുടങ്ങേണ്ട കാലമാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ PSC ഇഷ്യൂ ഒക്കെ നോക്കിയാൽ തന്നെ ആൾക്കാർക്ക് ജോലിയൊന്നുമില്ല. അപ്പോൾ ആൾക്കാർ യുവായിട്ട് യങ്ങായിട്ടുള്ള ആൾക്കാർ പുറത്തോട്ടൊക്കെ പോകാനാണ് നോക്കുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ അത്രയും വോട്ട് ചെയ്യാനുള്ള ടീനേജേഴ്സ് ഇവിടെ ഇല്ലാന്ന് തന്നെ ഉള്ള കാര്യം. ഇപ്പോൾ സ്വന്തം നാടിനോട് എന്താ പറയുന്നത്, ഒരു ഇക്കോ സിസ്റ്റം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഞാൻ കഞ്ഞി വോട്ടാണ് ഇപ്രാവശ്യം. അപ്പം എനിക്കിവിടെ വോട്ടിടണോ എന്ന് ചോദിച്ചാൽ താല്പര്യമുണ്ട്, എന്നാൽ താല്പര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിവിടുത്തെ പൊളിറ്റിക്സ് അത്ര നല്ലൊരു രീതിയിലല്ല ഇപ്പം മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രീയം എന്തു തന്നെ ആയാലും യുവതലമുറയ്ക്ക് അതിനോട് താല്പര്യം കുറഞ്ഞു തുടങ്ങി എന്നതാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത്. അതിന് അവരെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള സമൂല മാറ്റത്തിന് നാം തയ്യാറാകണം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ അക്കങ്ങൾ ഇനിയും ഉയർന്നുകൊണ്ടേയിരിക്കും. 24 തിരുവനന്തപുരം. ഒരു ഞെട്ടലുണ്ടാക്കുന്ന വിവരമാണ് അല്ലെ പ്രജിത? 2019 അപേക്ഷിച്ച് 18-നും 39-നും ഇടയിലുള്ള 6 ലക്ഷം വോട്ടർമാരുടെ കുറവുണ്ട്. അപ്പോൾ നമ്മുടെ ആ റിപ്പോർട്ടിൽ കേട്ടതുപോലെ ഈ രാഷ്ട്രീയ താല്പര്യമില്ലാത്തവർ എന്ന മട്ടിലേക്കൊക്കെ മാറി. അങ്ങനെയൊക്കെ എങ്ങനെയാണ് ഇതിന് ചിന്തിക്കാൻ കഴിയുക? ഇത് കേവലം കക്ഷി രാഷ്ട്രീയത്തിന്റെ മട്ടിൽ മാത്രമാണോ ഇതിനെയൊക്കെ കാണുന്നത് പുതിയ തലമുറ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. വോട്ട് രേഖപ്പെടുത്തുക എന്നതല്ലേ പൗരധർമ്മമാണ്, അതെ, ഒരു അവകാശമാണ് നമുക്കുള്ള. അത് കൃത്യമായി വിനിയോഗിക്കുക എന്നത് നമ്മുടെ റൈറ്റാണ്, നമ്മുടെ കടമ കൂടിയാണ് അല്ലേ? അത് കടമയാണ്, അത് നിർവഹിച്ചേ പറ്റൂ. അപ്പോൾ അതിൽ നിന്ന് പുതിയ തലമുറ മാറുന്നുണ്ട് എന്നത് കുറച്ചല്ല വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.